അപ്പോ ഈ വരുന്ന മെയ് 4-ാം തീയതിയാണ് കേരള അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന 4-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വരാൻ പോകുന്ന 2026 മുതൽ 2031 വരെയും ആരായിരിക്കും നമ്മുടെ കേരളം ഭരിക്കാനായിട്ട് പോകുന്നത്, ആരായിരിക്കും മുഖ്യമന്ത്രി ആവാനായിട്ട് പോകുന്നത്, ഏത് പാർട്ടി ആയിരിക്കും വിജയിക്കുന്നത്, എത്ര സീറ്റുകൾക്ക് വിജയിക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് UDF പാർട്ടിയും LDF പാർട്ടിയും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാർത്താ ചാനലുകളുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ഇപ്പൊ രണ്ട് പാർട്ടികൾക്കും ഭയങ്കരമായിട്ട് ഈക്വൽ ആയിട്ടാണ് ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിവരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ജനങ്ങൾ തന്നെയാണ് ഈ ഒരു ജനവിധിയെ പറ്റി സംസാരിക്കേണ്ടത്. ഈ വരുന്ന മെയ് 4-ാം തീയതി ആരായിരിക്കും, ഏത് പാർട്ടി ആയിരിക്കും വിജയിക്കാനായിട്ട് പോകുന്നത്, ഏത് പാർട്ടി ആയിരിക്കും 2026 മുതൽ 2031 വരെ അധികാരത്തിലേറാനായിട്ട് പോകുന്നത്, കൃത്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പറയുന്ന LDF പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ ആരായിരിക്കും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി? ഏറ്റവും അധികം സാധ്യത കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാറിന്റെ ഒരു മൂന്നാമത് മുഖ്യമന്ത്രി സഭ കൂടി കാണാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ ഏറ്റവും അധികം കാണുന്നത്. പിന്നീട് ഏറ്റവും അധികം സാധ്യത ഉള്ള ഒരു സീനിയർ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് നമ്മുടെ KK ശൈലജ ടീച്ചർ. പുള്ളിക്കാരത്തിക്കും ഒരുപോലെ സാധ്യത കാണുന്നുണ്ട്. പിന്നീട് അടുത്തൊരു കാൻഡിഡേറ്റിലേക്ക് മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് MV ഗോവിന്ദൻ ആയിരിക്കും. ഈ ഒരു സീനിയോറിറ്റി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് പിണറായി വിജയൻ സാർ, രണ്ട് KK ശൈലജ ടീച്ചർ, മൂന്നാമത്തത് MV ഗോവിന്ദൻ. ഇവർക്ക് മൂന്ന് പേർക്കായിരിക്കും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ് ആയിട്ട് വരാനായിട്ട് ഏറ്റവും അധികം സാധ്യത. ദെൻ അടുത്തതായിട്ട് UDF പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഇലക്ഷനിൽ UDF പാർട്ടിക്ക് ഇത്രയേറെ സപ്പോർട്ട് വാങ്ങിക്കൊടുത്ത ലീഡർ ഓഫ് ഓപ്പോസിഷൻ VD സതീശൻ സാറിനായിരിക്കും ഏറ്റവും അധികം ഈ പറയുന്ന UDF പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്നത്. പിന്നീട് ജനങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയ നേതാവാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല. പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ട് അധികാരവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യോഗ്യതയുമുള്ള ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് രമേശ് ചെന്നിത്തല. ദെൻ മൂന്നാമത്തെ ഒരു പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാൽ. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് KC വേണുഗോപാൽ. അപ്പൊ UDF പാർട്ടിയാണ് ഈ ഒരു 2026 മുതൽ 2031 വരെ കേരളം ഭരിക്കാനായിട്ട് പോകുന്നതെങ്കിൽ ഈ പറയുന്ന മൂന്ന് വ്യക്തികളിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ഏറ്റവും അധികം സാധ്യത നമ്മുടെ VD സതീശൻ സാറിന് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് രമേശ് ചെന്നിത്തല, മൂന്നാമത് സാധ്യത കാണുന്നത് KC വേണുഗോപാൽ. അപ്പോൾ ഈ വരുന്ന മെയ് 4-ാം തീയതി ഏത് പാർട്ടി ആയിരിക്കും അധികാരത്തിലേറാൻ പോകുന്നത്, ആരായിരിക്കും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് അടുത്ത നമ്മുടെ CM ആയിട്ട് വരാൻ പോകുന്നത് കൃത്യമായിട്ട് ജനങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ വീഡിയോ അല്ല, ഇതൊരു സർവേ വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ജനവിധിയും താഴെ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യുക. നമുക്ക് ഈ പറയുന്ന മെയ് 4-ാം തീയതി കാണാം ആരായിരിക്കും ഈ വരുന്ന 2026 മുതൽ 2031 വരെ ഈ പറയുന്ന കേരളം ഭരിക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്